നിങ്ങൾ ഒരു നല്ല രക്ഷിതാവാണോ എന്ന് അറിയാൻ ഈ 7 കാര്യങ്ങൾ നോക്കൂ. 1. കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കൂ. എന്തൊക്കെ കാര്യങ്ങളോടാണ്, ആരോടൊക്കെയാണ് നോ പറയേണ്ടത് എന്ന് കുട്ടികളെ നിർബന്ധമായും പറഞ്ഞു പഠിപ്പിക്കണം. അത് കുട്ടികൾ ഇന്ന് നേരിടുന്ന പല ചൂഷണങ്ങളും തടയാൻ സഹായിക്കും. 2. കുട്ടികളോട് സ്നേഹം പ്രകടിപ്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവരും ഉണ്ട് എന്ന് പറയും. എന്നാൽ നിങ്ങൾ എത്ര പേർ സ്നേഹം കുട്ടികളോട് പ്രകടിപ്പിക്കാറുണ്ട്? സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അടച്ചുപൂട്ടി മനസ്സിന്റെ ഉള്ളിൽ വെക്കാനുള്ളതല്ല. എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ കുട്ടികളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഒരു ഉമ്മ കൊടുക്കൂ. ഒന്ന് സ്നേഹത്തോടെ തലോടൂ. അത് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും വർദ്ധിക്കാൻ കാരണമാകുന്നു. 3. നിങ്ങളുടെ സ്വപ്നങ്ങൾ കുട്ടികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കരുത്. നിങ്ങൾക്ക് ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹം. എന്നാൽ അത് നടന്നില്ല. അതിനാൽ എന്റെ മക്കൾ ഡോക്ടർ ആകണം എന്ന് നിർബന്ധം പിടിക്കരുത്. അവർക്ക് എന്ത് ചെയ്യാനാണ് ആഗ്രഹം എന്നതും കൂടെ നിർബന്ധമായും പരിഗണിക്കൂ. അത് അവരുടെ ഉയർച്ചയ്ക്ക് കാരണമാകുന്നു. 4. കുട്ടികൾക്ക് നല്ല മനുഷ്യന്മാരുമായി ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ. കുട്ടികൾ വളരുന്നത് മനുഷ്യരിലൂടെയാണ്. അതിനാൽ നന്മയുള്ള, നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന, നല്ല ശീലങ്ങൾ ഉള്ള വ്യക്തികളുമായി ഇടപഴകാനുള്ള അവസരം ഒരുക്കിക്കൊടുക്കൂ. അത് കുട്ടികളെ നല്ല വ്യക്തിത്വമുള്ള വ്യക്തിയാക്കി മാറ്റാൻ കാരണമാകുന്നു. 5. കുട്ടികളെ ഒരു കാര്യവും നിർബന്ധിച്ചു ചെയ്യിക്കരുത്. ഒരു കാര്യവും കുട്ടികളെക്കൊണ്ട് നിർബന്ധിച്ചു ചെയ്യിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കൂ. എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്നും ഇത് ചെയ്താലുള്ള ഗുണങ്ങളും ചെയ്തില്ലെങ്കിൽ ഉള്ള ദോഷങ്ങളും. 6. കുട്ടികളോട് അഭിപ്രായങ്ങൾ ചോദിക്കൂ. വീട്ടിലെ പല കാര്യങ്ങൾക്കും അച്ഛനും അമ്മയും കൂടെ തീരുമാനമെടുക്കുമ്പോൾ കുട്ടികളോടും അഭിപ്രായം ചോദിക്കൂ. അങ്ങനെ ചെയ്താൽ എന്നെ ആ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരാളായി പരിഗണിച്ചു എന്ന് കുട്ടികൾക്ക് അഭിമാനം തോന്നും. അത് കുട്ടികൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കാൻ കാരണമാകുന്നു. 7. കുട്ടികളെയും ബഹുമാനിക്കൂ. കുട്ടികളും അവരുടേതായ വ്യക്തിത്വം ഉള്ളവരാണ്. അവരെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അപമാനിക്കരുത്. നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും അവരെ സ്നേഹവും ബഹുമാനവും ഉള്ള ഒരു വ്യക്തിയാക്കി തീർക്കും. നിങ്ങൾ നല്ല രക്ഷിതാവ് ആകണമെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം. നിങ്ങൾ ഇതൊന്നും ചെയ്യാറില്ലെങ്കിൽ ഇനിമുതൽ ചെയ്തു നോക്കൂ.